സമയത്തെല്ലാം അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ആഴ്ചയിലെ 7 ദിവസങ്ങളിൽപ്പെട്ട ദിവസങ്ങളിൽ അതിലെ ചില സമയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സമയങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം അവിടുന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു കേൾക്കാൻ പറ്റുന്ന സമയങ്ങളാണ്. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ തിങ്കളാഴ്ച ദിവസത്തില് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട സമയമേതെന്നറിയോ? ദുഹയുടെ സമയമാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങിയിട്ടുള്ള ആ സമയത്ത് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്ത് നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് മഹാന്മാർ. പല ആളുകളുടെയും സംശയം ഇതാണല്ലോ, ഞാൻ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല. എപ്പോഴാ ദുആ ചെയ്യേണ്ടത്, എങ്ങനെയാ ദുആ ചെയ്യേണ്ടത് അല്ലേ? ആത്മാർത്ഥമായിട്ട് ഇരുന്ന് വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ കാര്യം നിങ്ങളൊന്ന് ഈ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളിൽ എളുപ്പം നൽകുന്നതാണ്. ഇനി ചൊവ്വാഴ്ച പറയട്ടെ, ചൊവ്വാഴ്ച ദിവസത്തില് പരിശുദ്ധമായ ളുഹർ, ആ ളുഹറിന്റെ സമയം, ളുഹർ ബാങ്ക് കൊടുക്കുന്ന ഉടനെയുള്ള സമയം, ആ സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ചൊവ്വാഴ്ച ദിവസത്തിൽ അവിടുന്ന് പ്രത്യേകം ദുആക്ക് ഇജാബത്തുണ്ട്. അല്ലാഹുവേ പടച്ചോനെ ഞങ്ങൾക്കത് കൊണ്ടല്ല, ഞങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് കൊണ്ടല്ല. ചൊവ്വാഴ്ച ദിവസം മനസ്സിലായി. ഇനി നമ്മൾ ബുധനാഴ്ച ദിവസത്തിൽ ഏതാ നോക്കൂ, ളുഹറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ആ സമയമുണ്ടല്ലോ, ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, ബാങ്കിനെങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് പ്രത്യേകം ദുആക്ക് ഇജാബത്തുണ്ട്. ഇനി ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം വളരെ ഇജാബത്തുള്ള സമയമാണ്. ളുഹർ മുതൽ അസ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം വ്യാഴാഴ്ച ദിവസത്തിൽ ഏറ്റവും ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഇപ്പൊ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകും. മനസ്സിലായോ? വ്യാഴാഴ്ച ദിവസത്തിന്റെ മറ്റൊരു സ്ഥലത്തുണ്ട്, വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ അവിടെയും ദുആക്ക് ഇജാബത്താണ്. ഇന്ന് മഗ്‌രിബിയോട് കൂടെ നമ്മൾ അങ്ങ് തുടങ്ങിയാൽ അവിടെയും ദുആക്ക് ഏറ്റവും ഇജാബത്ത് കിട്ടുന്ന അമല് ഏറ്റവും സമയമാണ്. അല്ലാഹു നമുക്ക് നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് അല്ലാഹു നൽകട്ടെ. ഇനി പറയട്ടെ, വെള്ളിയാഴ്ച ദിവസം അസ്റിന്റെ ശേഷം, അസ്ർ നമസ്കാര ശേഷം ഇരുന്ന് അവിടുന്ന് ദുആ ചെയ്താൽ ആ ദുആക്ക് വല്ലാത്ത ഇജാബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഇനി ശനിയാഴ്ചത്തെ പറയട്ടെ, മഗ്‌രിബിന്റെ സമയമുണ്ടല്ലോ, ആ മഗ്‌രിബിന്റെ സമയം ഇശായിലേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള ആ മഗ്‌രിബിന്റെ ആ ഒരു സമയം, മഗ്‌രിബിന്റെ ആ ഒരു സമയം, ആ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. ഇനി ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയം, ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയം ഉണ്ടല്ലോ രാവിലെ, ഞായറാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയം, ആ സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ സമയത്തൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഏറെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയിരുന്ന സമയങ്ങളാണല്ലോ. ആ സമയത്തൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ഇങ്ങനെ ചെയ്തിട്ട് അല്ലാഹുവിനോട് ആ സമയത്തൊന്ന് ദുആ ചെയ്ത് നോക്ക്. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും 100% അവിടുന്ന് ഉറപ്പായിട്ട് നമുക്ക് വിജയം നൽകും. അല്ലാഹു നമുക്കത് തരട്ടെ, അല്ലാഹു നമുക്കത് തരട്ടെ. അല്ലാഹുവിനോട് ചോദിച്ച് മേടിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളിലൊക്കെ അല്ലാഹു എളുപ്പം നൽകി അനുഗ്രഹിക്കട്ടെ.